എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരാൾ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താം ആരും പറയാത്ത 10 വഴികളിലൂടെ. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാൾ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താം ആരും ഇതുവരെ പറയാത്ത 10 വഴികളിലൂടെ. ഒരു വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്, അതിൻ്റെ സൂചനകൾ മനസ്സിലാക്കാനുള്ള 10 കാര്യങ്ങളാണ് നാം പറയുന്നത്. അതിൽ ശരീരഭാഷയുണ്ട്, ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും പല സൂചനകളിലൂടെയും നമുക്കതറിയാൻ ശ്രമിക്കാം. ഏതായാലും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ പോകാം. പ്രണയം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എല്ലാവരുടെയും മനസ്സിൽ പ്രണയമുണ്ട്, നിങ്ങളുടെയും മനസ്സിൽ പ്രണയമുണ്ട്. പ്രണയം ചില അവസരങ്ങളിൽ അത് പുറത്തേക്ക് വരികയും നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യും. പ്രണയത്തിന് വലിയ ശക്തിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പ്രണയം അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. നിങ്ങളൊരു വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. എങ്ങനെയാണ് ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നത്, പ്രണയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ലഭിച്ചേ തീരൂ എന്നുള്ള ആ വ്യക്തിയുടെ ആഗ്രഹം മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് ശരീരഭാഷ തന്നെയാണ്. ഒരുപക്ഷെ കോൺസ്റ്റൻറ്റ് ഐ കോണ്ടാക്റ്റ് നമുക്ക് പറയാം. നിങ്ങളൊരാൾ സൂക്ഷ്മമായി നോക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ നോക്കുമ്പോൾ കണ്ണുകൾ തടസ്സപ്പെടാതെ നോക്കാൻ സാധിക്കും. കണ്ണുകളിലേക്ക് ഏറെ നേരം നോക്കി നിൽക്കാൻ അവർ ഇഷ്ടപ്പെടും. അതിലൂടെ അവരൊരു സുഖം കണ്ടെത്തുന്നു. അങ്ങനെ നിങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും വിചാരിക്കുക ആ വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമാണ്, നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ചിരി രണ്ടാമത് പറയുകയാണ്. കാണുമ്പോൾ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ചിരി, അങ്ങനെ ഒരു ചിരി നിങ്ങൾ ആരെയെങ്കിലും നിന്നും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചോളൂ ആ വ്യക്തിക്ക് നിങ്ങളോട് ആഗ്രഹമുണ്ട്. അവരുടെ സ്വാഭാവികമായ ചിരിയാണെങ്കിലും ആ ചിരി എളുപ്പം തീരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ഐ കോണ്ടാക്റ്റും ആ ചിരിയും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഉറപ്പിക്കാം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരാഗ്രഹം വരുന്നു. ഫിസിക്കൽ ടച്ച് അല്ലെങ്കിൽ ശാരീരികമായ സ്പർശനം. ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യം അതാണ്, ശാരീരികമായ സ്പർശനം. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴും നിങ്ങളുമായി സംസാരിക്കുമ്പോഴും പതുക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് അവരുടെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. നിങ്ങളുടെ കൂടെ ഇരിക്കുവാനും ശരീരം നിങ്ങളുടെ ശരീരവുമായി എപ്പോഴും സ്പർശിക്കാനും അവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ആഗ്രഹിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്, ഒരു അടയാളമാണത്. പിന്നെ നാലാമതായി വരുന്നത് ദേ മേക്ക് ടൈം ഫോർ യു. സമയം നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ അവരാഗ്രഹിക്കുന്നു. നിങ്ങളെവിടെ ചെന്നാലും നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നു, വാ നമുക്കൊന്ന് സംസാരിക്കാം. അതിന് വലിയ താല്പര്യം ഉണ്ടാകുന്നു. ഒറ്റയ്ക്ക് നിങ്ങളെ സംസാരിക്കാൻ കിട്ടുന്നതിന് വേണ്ടി അവർ ഓടി നടക്കുന്നു. അങ്ങനെ നിങ്ങളുടെ സമയം നോക്കി അവർ നിങ്ങളോട് സമയം ചിലവഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കുക അവർക്ക് നിങ്ങളോട് ഒപ്പം സമയം ചിലവഴിക്കാനുള്ള ആഗ്രഹം മാത്രമല്ല ഉള്ളത്, അവർ നിങ്ങളെ മോഹിക്കുന്നു, അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു അടയാളം തന്നെയാണ്. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരാൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും അവർ ഓർത്തെടുക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പഠനങ്ങൾ ഓർമ്മിച്ച് എടുക്കുക. നിങ്ങൾ എന്താണോ അത് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ഒരുപക്ഷെ സംസാരിക്കുന്നത് കൊണ്ടാകാം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. ഇനി നമുക്ക് ആറാമത്തെ പോകാം. നിങ്ങളെ ആകർഷിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് വരിക. അതായത് ദേ ട്രൈ ടു ഇംപ്രസ് യു. നിങ്ങളെ ആകർഷിക്കാൻ അവർ നിരന്തരം ശ്രമിക്കുകയാണ്. നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, നല്ല ആഭരണങ്ങൾ ധരിക്കുക, നിങ്ങളുടെ മുമ്പിലൂടെ നടക്കുക, നിങ്ങൾ പോകുവാനിടയുള്ള സ്ഥലത്ത് എത്തിച്ചേരുക. അങ്ങനെ നിങ്ങളെ ആഗ്രഹിക്കാനും നിങ്ങൾ ആ വ്യക്തിയെ ആകർഷിക്കാനുള്ള ഓരോ കാര്യങ്ങൾ
ചെയ്യുക. ഇത് വലിയൊരു അടയാളമാണ്. ഏഴാമത്തെ ഒരു ഘടകമുണ്ട്. ഏഴാമത്തെ ഒരു കാര്യം, ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങൾ അടുത്ത് വരുമ്പോൾ പെട്ടെന്ന് വികാരഭരിതമാകുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം. അതായത് നിങ്ങൾ അടുത്ത് വരുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ചേഷ്ടകൾ പെട്ടെന്ന് കാണിക്കുക, നിങ്ങളെ കാണുമ്പോൾ സൂക്ഷ്മമായി നെർവസായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാകുക. അത് അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ആഗ്രഹത്തിൻ്റെ ആഴമാണ് കാണുന്നത്. കാരണം സാധാരണ ഒരാളെ കാണുമ്പോഴുള്ള ചേഷ്ടകളല്ല അവർ കാണിക്കുന്നത്. അവരുടെ ഉള്ളിൽ നിങ്ങളെ കാണുമ്പോൾ പല മോഹങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തതായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. നിങ്ങളുടെ വീട് എവിടെ, വീട്ടിലാരൊക്കെയുണ്ട്, എന്താണ് ഇഷ്ടം, എന്തൊക്കെയാണ് പഠിച്ചത്, പിന്നീട് എന്താണ് ചെയ്തത്, അങ്ങനെ ജീവിതത്തെക്കുറിച്ചുള്ള, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തിഗതമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചു കൊള്ളുക, ആ വ്യക്തിക്ക് നിങ്ങളെ മോഹമുണ്ട്, ഒരു കണ്ണ് നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. ഇനി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ട് ഒമ്പതാമത്തെ ഒരു പ്രത്യേകത, നിങ്ങളുടെ ഒപ്പം മറ്റാരെങ്കിലും, ആ വ്യക്തിയല്ലാതെ മറ്റാരെങ്കിലും സമയം ചെലവഴിക്കുകയാണെങ്കിൽ അവരോട് വല്ലാത്ത ദേഷ്യവും അസൂയയും തോന്നുക. നിങ്ങളോടൊപ്പം യാത്ര ചെയ്ത് വേറെ ആളാണെന്ന് അറിയുമ്പോൾ പെട്ടെന്ന് ആ വ്യക്തിയോട് ദേഷ്യം തോന്നുക, എന്തിനാണ് ആ വ്യക്തിയെ കൊണ്ടുപോയതെന്ന് ചോദിക്കുക, അങ്ങനെ ഉള്ള കാര്യങ്ങൾ. അതായത് നിങ്ങളുമായി മറ്റാർക്കും ഒരു സഹവാസത്തിന് ആ വ്യക്തി അവസരം കൊടുക്കുന്നില്ല. ആ വ്യക്തിക്ക് തന്നെ വേണം നിങ്ങളെ, എങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ ആ വ്യക്തിക്ക് നിങ്ങളെ ആഗ്രഹമാണ് എന്നുള്ളത്. നമുക്ക് പത്താമത്തെ ഒരു കാര്യം നോക്കാം. ആവശ്യത്തിനും അനാവശ്യത്തിനും നിങ്ങളെ പ്രശംസിക്കുക. നിങ്ങൾ നല്ലതാണ്, നല്ല ഡ്രസ്സാണ്, നല്ല ഭംഗിയാണ് നിങ്ങളെ കാണാൻ, നിങ്ങളുടെ സംസാരം രസമാണ്, നിങ്ങളുടെ അറിവ് രസമാണ്, അങ്ങനെ നിങ്ങളെ പൊതുവായി എല്ലാ കാര്യത്തിലും പ്രശംസിക്കുന്നു. നിങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ വളരെ ഭംഗിയാണെന്ന് പറയുക, നിങ്ങളുടെ സ്വഭാവം നല്ല സ്വഭാവമാണെന്ന് പറയുക. അങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ആ വ്യക്തി ആ ഇഷ്ടം പറയുക, അങ്ങനെയൊക്കെയാണ്. ഇത്തരം കാര്യങ്ങൾ, ഈ പറഞ്ഞ 10 കാര്യങ്ങൾ ഏതെങ്കിലും വ്യക്തിയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള അപ്രോച്ചിൽ നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക, ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തിപരമാണ്, സാമൂഹികമാണ്. പക്ഷേ ഇത് ഒരാളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളെ മോഹിക്കുന്നുണ്ട് ആ വ്യക്തി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക, നിങ്ങളെ മോഹിക്കുന്ന ഒരാളുടെ ഒരു ചേഷ്ടകളായിരിക്കും, പ്രവൃത്തികളായിരിക്കും, വാക്കുകളായിരിക്കും. ആ വ്യക്തിക്ക് നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഒരു ഇഷ്ടവുമില്ല. എപ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ട്, നിങ്ങളോട് സമയം ചെലവഴിച്ച്, നിങ്ങളുടെ ശരീരത്തെ സ്പർശിച്ചുകൊണ്ട് നിങ്ങളെ സ്വന്തമാക്കുക, നിങ്ങളെ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി. പ്രണയമുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ എന്നുള്ളതിനൊരു സംശയവുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.